എടാ ഇത് ചെറിയ കളിയല്ല, തിരുത്തിയത് 135 വർഷത്തെ ചരിത്രം. 1889 ഷിംല റൈഫിൾസ് ഉണ്ടാക്കിയെടുത്ത റെക്കോർഡ് ഈ 2024 മിഖായൽ സ്റ്റെഹ്റ എന്ന പുതിയ പരിശീലകന്റെ ചിറകിലേറി. ചെകുത്താനും മാലാഖയും ഒരുമിച്ച് നിന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FC യുവനിരയെ അക്ഷരാർത്ഥത്തിൽ കശാപ്പ് ചെയ്ത് എതിരില്ലാത്ത 8 ഗോളുകൾ അവരുടെ വലയിലേക്ക് അടിച്ചു കൂട്ടുമ്പോൾ തിരിച്ചൊരു ഗോൾ പോലും മുംബൈ സിറ്റി FC കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് മടക്കി നൽകാൻ കഴിഞ്ഞില്ല. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ വിന്നിംഗ് മാർജിൻ ഈസ് 8 ഗോൾസ്. ഡ്യൂറന്റ് കപ്പിന്റെ ദീർഘകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിന്നിംഗ് മാർജിനിൽ ഒരു തുടക്കക്കാരൻ പരിശീലകന്, അല്ലെങ്കിൽ പരിശീലകനായി ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കാലെടുത്ത് കുത്തുന്ന പരിശീലകന് നേടാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ദിസ് ഈസ് മാസീവ്, ലിറ്ററലി മാസീവ്, മൊണോട്ടണസ്, ഹ്യൂമങ്ങസ്. പറയാൻ വാക്കുകളില്ല. എതിരില്ലാത്ത 8 ഗോളുകൾ. ഇഷാൻ പണ്ഡിതയ്ക്ക് കൂടി ഹാട്രിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതും നേടിയേനെ. 8 ഗോളിലൊന്നും നിൽക്കേണ്ടതല്ല, 10 ഗോളും കടന്നു പോകേണ്ടതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ നേട്ടം. ഖാമി പെപ്രയുടെ 3 ഗോളുകൾ, നോഹ സദോയുടെ 3 ഗോളുകൾ. നോഹ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറിയ മത്സരത്തിൽ ഹാട്രിക്. ഇതിൽ പരം മികച്ചൊരു അരങ്ങേറ്റം എങ്ങനെ കിട്ടാനാണ് മക്കളെ? മിഖായൽ സ്റ്റെഹ്റയ്ക്ക് 8 ഗോളിന്റെ വിജയം. ഇഷാൻ പണ്ഡിത വന്നു കയറി 2 എണ്ണം തൂക്കി. അതായത് 8 ഗോളുകൾ. 135 വർഷത്തെ ചരിത്രം തിരുത്തി എഴുതി. ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ യുഗത്തിന്റെ പിറവിയായിട്ട് നമുക്ക് വാഴ്ത്താം. വയനാട്ടിലെ മഴയിൽ കണ്ണീരിൽ ആരാധകർ കുതിരുമ്പോൾ അവിടെ കൊൽക്കത്തയിൽ എതിരാളികളുടെ വലയിലേക്ക് ഗോൾ മഴ പെയ്യുകയാണ് ബ്ലാസ്റ്റേഴ്സ്. 8 ഗോളുകൾ. ഹ്യൂമങ്കസ്, മൊണോട്ടണസ്, ലൈക്ക് എ ലെവിയഥാൻ മോൺസ്റ്റർ.